നിന്റെ ദേഷ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് ദുർഗെ. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. നോക്കിക്കോ. എന്താ സ്റ്റാർട്ട് ആവുന്നില്ലേ? അങ്ങോട്ട് ഇടുക്ക് വണ്ടി. കേറുന്നില്ലേ? ആ കേറുവാ. എന്താ ഇത്? നോക്കി വണ്ടി എടുക്ക്. അതെങ്ങനെ മനസ്സിന് വേറെ വല്ല ചിന്തകളൊക്കെ അല്ലേ? കൊല്ലും ആളെ. അങ്ങോട്ട് ദുർഗെ, ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, ഒന്നും പറയാനുമില്ല. അയ്യേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? കണ്ടു നിന്ന് എന്റെ തൊലി ഉരിഞ്ഞു പോയി. കഷ്ടം തന്നെ. ദുർഗെ, ഞാൻ പറയുന്നത് കേക്ക്. അങ്ങോട്ട് വിട്. ദുർഗെ, എന്താ നാണോ ഉണ്ട് കിരണ്? ഏതോ ഒരു പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോ അവളുടെ വായി നോക്കി വെള്ളമിറക്കി നിക്കാൻ ഉണ്ടക്കണ്ണ തുറന്നു പിടിച്ച് നോക്കി നിക്കാല്ലായിരുന്നോ? ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി. ഓ, എന്തായിരുന്നു ഷോ ഓഫ് അവളുടെ മുന്നില്. ഞാൻ ഫ്രീ ആണ്, ഞാൻ കമ്മിറ്റഡ് ഒന്നും അല്ല. ഇതുപോലൊരു പെൺകോന്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അയ്യയ്യേ. ദുർഗെ, ദുർഗെ, കിരൺ, ദുർഗെ, കിരൺ. ചേച്ചി. എന്താ ചേച്ചി? ദുർഗയ്ക്ക് എന്താ കിരൺ പറ്റിയത്? കണ്ടിട്ടെന്തോ ദേഷ്യമുള്ളത് പോലെ. ഹേയ്, അങ്ങനൊന്നുമില്ല. ചേച്ചിക്ക് വെറുതെ തോന്നിയതാ. വേണ്ട കിരൺ, എന്നോട് നുണ പറയണ്ട. ഞാൻ വിളിച്ചത് കേട്ടിട്ട് പോലും ഒന്നും മിണ്ടാതെ ദുർഗ കയറിപ്പോയത്. അവളുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അത് പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഞാൻ പറഞ്ഞ സത്യം ചേച്ചി, അങ്ങനൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ അതാവും അങ്ങനെ പോയത്. ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ ഇടയിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, കേട്ടോ? ചേച്ചി പറയുന്ന പോലെ ഒരു വഴക്ക് ഞങ്ങൾക്കിടയിലില്ല. സത്യം. ചേച്ചിക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ദുർഗയെ വിളിക്കാം. ദുർഗ. അല്ല, വേണ്ട വേണ്ട. കിരൺ പറയുന്നൊക്കെ എനിക്ക് വിശ്വാസാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവുന്നത് സാധാരണ. പക്ഷേ അതൊരിക്കലും വലുതാവാൻ പാടില്ല. അങ്ങനെ വലുതായി പരസ്പരം അകന്നാ പിന്നെ ഒരിക്കലും യോജിക്കാനാവാത്ത വിധം അകന്നു പോവും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് എന്ന് സന്തോഷത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ചേച്ചി കരുതുന്ന പോലെ ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിലില്ല. സത്യം, സത്യം.